ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ചെറിയ റൈഡ് പോയിട്ട്, ചെറിയ റൈഡല്ല, ഗോവ വരെ ഒന്ന് പോയിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ദീപാവലിയുടെ അവധിക്ക്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, കൂടുതലും മെജോറിറ്റി ഓഫ് ഹൈവേസ് ആണ്. അതായത് കുറച്ച് ഭാഗങ്ങളുണ്ട്, നമ്മളെ കർണാടക ഗോവ ബോർഡറൊക്കെ ഫോറസ്റ്റ് ഏരിയകളാണ്. ആ റൂട്ടൊക്കെ ഒരു രക്ഷയില്ലാത്ത റൂട്ടായിരുന്നു. അതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഹൈവേ നല്ലതാണ്, അടിപൊളി ഹൈവേ ആണ്. പക്ഷേ വെറും ഹൈവേ ആണെന്നേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് എന്നാലും ഒരു ഫീലൊക്കെ ഉണ്ട്. കണ്ടില്ലേ, നല്ലൊരു കാഴ്ചകളൊക്കെയാണ്. ഈ ഗാർഡ് സെക്ഷൻ ആക്ച്വലി നല്ലൊരു വ്യൂ വരുന്ന ഗാർഡ് സെക്ഷനാണ്. കണ്ടല്ലേ, നമ്മൾ കയറി വരുമ്പോഴും അങ്ങനെയാണ്, ഇറങ്ങി പോകുമ്പോഴും അങ്ങനെയാണ്. നല്ല വൈഡ് വ്യൂ ഉണ്ട്. കാരണം ഇത് ഈ ഭാഗം ഇച്ചിരി ഹൈ ആൾട്ടിറ്റ്യൂഡാണ്. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ, അവിടുന്ന് അതുപോലെ കുറേയൊക്കെ പച്ചപ്പ് നിറഞ്ഞ കുറേ പ്രദേശങ്ങളൊക്കെയാണ് ചുറ്റുമുള്ളത്. ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇതൊഴി പോകാൻ. നേരം വെളുത്തെങ്കിൽ ഇവിടെ ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യും. അത് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് തന്നെയാണ്. കണ്ടില്ലേ, ആ ചുറ്റും നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ തെളിഞ്ഞ സ്കൈ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അപ്പം നമ്മുടെ ഈ ഹൈവേ എന്ന് പറഞ്ഞാൽ ഒരു ടാറിൻ്റെയും അതുപോലെ കോൺക്രീറ്റിൻ്റെയും ഒരു മിക്സാണ്. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ടാറിട്ട റോഡാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് മറ്റേ ഇതാണ്, കണ്ടല്ലേ ആ കളർ മാറുന്നുണ്ടോ, അവിടെ നിന്ന് അത് കോൺക്രീറ്റഡ് ആയിരിക്കും. ഇപ്പോൾ ബാംഗ്ലൂർ നൈസ് റോഡൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, ഇത് അതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഇൻറ്റൻസ് ഇതുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കണ്ടോ, കോൺക്രീറ്റിൻ്റെ റോഡാണ്. അതായത് 3 ലൈൻ തന്നെയാണ്, പക്ഷേ കോൺക്രീറ്റ് ആണ്. കണ്ടല്ലേ, സ്ലാബ് ഇങ്ങനെ വെച്ച് ലെവലാക്കി ഇട്ടിട്ടിരിക്കുന്ന സാധനമാണ്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ചെറിയ ഒരു സ്മൂത്ത്നെസ് മിസ്സിങ് തോന്നും. പ്രത്യേകിച്ച് ഒരു സ്പോർട്സ് ബൈക്കിലൊക്കെ പോകുമ്പോൾ കണ്ട അതിനൊരു ചെറിയൊരു ഹമ്പിനെസ്, ഇങ്ങനെ ചാടി പോകുന്ന പോലെ. അത് പതുക്കെ പോയാൽ അത്ര ബുദ്ധിമുട്ടില്ല, എന്നാലും നമുക്കറിയാൻ പറ്റുന്നുണ്ട്. അത് കോൺക്രീറ്റ് റോഡിൽ എനിക്ക് അത്ര അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ടാറിട്ട റോഡിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കണ്ടോ, ഈ റൂട്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നമുക്ക് അത്ര സ്മൂത്ത് റോഡല്ല. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ ആ റോഡിനൊരു സ്മൂത്ത്നെസ് ഉണ്ട്, നമ്മൾ അറിയത്തൂരില്ല. പക്ഷേ ഇതിന് ഇച്ചിരി ബമ്പിനെസ് ഉള്ള റോഡാണ്, ഞാൻ പറഞ്ഞ പോലെ. അല്ലാതെ നമ്മൾ ചുറ്റുമുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. നല്ല രണ്ട് സൈഡ് നല്ല പച്ചപ്പും, അങ്ങനെ ഒരുപാട് തരിശ് ലുക്കില്ല. കണ്ടില്ലേ, ഒരു ഗ്രീനറി ഒക്കെ ഉള്ള ഒരു വ്യൂ ആണ് മൊത്തത്തിൽ. തമിഴ്നാട് ചെല്ലുമ്പോൾ നമ്മൾ രണ്ട് സൈഡും ഭയങ്കര തരിശ് പോലെ കിടക്കും. നമ്മളങ്ങനെ മറ്റേ വർക്ക് നടക്കുന്ന റോഡിൻ്റെ അവിടെ ടവറായി. ധാർവാഡ് ഹുബ്ലി ആ റൂട്ടാണ്, ആ ഭാഗത്താണ്. കുറേ ദൂരം ഇങ്ങനെ വർക്ക് നടക്കുന്നുണ്ട്. അന്നിങ്ങോട്ട് വരാൻ നേരത്ത് നല്ല റഷ്, നല്ല തിരക്കോടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് അത്ര ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ പൊടിയായിരിക്കും. ആ വർക്ക് നടക്കുന്ന ഭാഗത്തോട്ട് ചെല്ലുമ്പോൾ ഫുള്ള് പൊടി. ഈ ലോറികളും ബസ്സുകളൊക്കെ പോകുന്നതുകൊണ്ട് ആ പൊടി മുഴുവൻ നമ്മുടെ മണ്ടയ്ക്കോട്ടായിരിക്കും. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി റോഡ് നല്ലതാണ്. ആ ഏരിയയിൽ മാത്രമുള്ള കുറച്ച് പ്രശ്നം. അത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ദൂരം വന്നിട്ട് അവിടെ വന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ക്ഷീണിച്ച് ആ ഭാഗം എത്തിയപ്പോൾ. അങ്ങോട്ട് അത്രയും ബുദ്ധിമുട്ടില്ലെന്ന് വിചാരിക്കുന്നു.
കണ്ടില്ലേ, കുറച്ച് ഭാഗം തന്നെ ഇങ്ങനെ അതിനോട് ഈ ലോറികളൊക്കെ പോകുന്നതുകൊണ്ട് മൊത്തം പൊടിയൊക്കെ ആയിരിക്കും. നമുക്ക് കയറിപ്പോകാനും ബുദ്ധിമുട്ടാണ്. കൈ കൊടുത്താലല്ലേ കയറിപ്പോകാനൊക്കത്തുള്ളൂ. ഇവിടെ കൈ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ തെറിച്ച് പോകുമ്പോൾ അയ്യോ. സ്മോക്കർ ടൈപ്പ് നമ്മുടെ മുന്നിൽ ഒരു ADV 390 പോകുന്നുണ്ട്. നമ്മുടെ വിശ്വാസപുറം ഒരു വണ്ടി എടുത്തിട്ടുണ്ട് 390. ഞാനും പതുക്കെ അഡ്വഞ്ചറിലോട്ട് സ്വിച്ച് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഉറപ്പിച്ചിട്ടില്ല, കാരണം എനിക്ക് ഈ വണ്ടി ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ ഇതിൽ പില്ലിയൻ വെച്ചുകൊണ്ട് പോകാൻ ഒക്കത്തില്ല, അത് നിങ്ങൾക്കറിയാമല്ലോ. പില്ലിയൻ്റെ ആവശ്യം വരുമ്പോഴാണ് നമ്മളിതിൽ പെട്ടുപോകുന്നത്. അല്ലാതെ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ ബ്രോക്കൺ പാച്ചസ്, നമുക്ക് പന്ന വഴിയിൽ കൂടെ ഒന്നും പോകാനൊക്കില്ല. ആൾക്കാർ ചോദിക്കുക റോഡൊക്കെ നല്ലതല്ല. ഇപ്പോൾ ഒരു നിരപ്പില്ലാത്ത റോഡിൽ കൂടെ ആയാലും നമുക്ക് ഇതേ കൊണ്ട് പോകുന്ന ഒരു സുഖമില്ലാത്ത പരിപാടിയാണ്. പക്ഷേ അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ളത് അഡ്വഞ്ചർ ബൈക്കുകൾക്കാണല്ലോ. വൺ കോമ്പറ്റീഷൻ നടക്കുന്നത് ആ സെഗ്മെൻ്റാണ്. TVS ഇറക്കിയിട്ടുണ്ട്, TRX. സോ നോക്കാം. എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി കൊടുക്കാതെ തന്നെ ഒരു സൂപ്പർ ബൈക്ക് പോലെ, എന്ന് വെച്ചാൽ ഒരുപാടല്ല, ഒരു 600cc അങ്ങനെ എന്തെങ്കിലും ഒരു ടൂറിങ്ങിന് പറ്റുന്ന രീതിയിലുള്ളൊരു വണ്ടി, ഒരു വേഴ്സസോ അതുപോലെ നമ്മുടെ ടൈഗർ സ്പോർട്ട് 650 ഉണ്ടല്ലോ, അങ്ങനത്തെ വണ്ടികളോ അങ്ങനെ എന്തെങ്കിലും. ഇപ്പം നിഞ്ച 650 പഴയ മോഡലാണെങ്കിലും കുറച്ച് ടൂറിങ് ഫ്രണ്ട്ലി ആണ്, പില്ലിയണൊക്കെ കംഫർട്ടബിൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വണ്ടികളോ നേക്കഡ് വണ്ടികളോ ടൂർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോർട്സ് ബൈക്ക് വെച്ചുള്ള ഒരു അഡ്വഞ്ചർ സ്പോർട്സോ അഡ്വഞ്ചർ ടൂറോ സ്പോർട്സ് ടൂറോ വല്ല എടുക്കണമെന്നുണ്ട്. അതൊക്കെയാണ് ആഗ്രഹം. നല്ല പൈസ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നല്ലൊരു അപ്ഗ്രേഡ് തന്നെ ചെയ്തേനെ. പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. അത്യാവശ്യം കയ്യിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് നിഞ്ച 1000 ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ നമ്മുടെ ടൈഗർ 900 ഭയങ്കര ഇഷ്ടമാണ്. അതും എനിക്ക് ടൈഗർ 900 GT ആയാലും മതി, ഏറ്റവും ലോവസ്റ്റ് സ്പെക്ക് അലവിലൊക്കെ ഉള്ളത് ആ മോഡലായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ കുറേ വണ്ടികളുണ്ട് നമുക്കിങ്ങനെ. ഈ ടൈഗർ സ്പോർട്സ് 660 അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് ആ സ്പോർട്സ് ടൂറിങ്ങിൽ ആ ബഡ്ജറ്റിൽ അതേ ഉള്ളൂ, ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലുള്ളൊരു ചെറിയ സ്പോർട്സ് ടൂറാണ് ആ വണ്ടി. അത് അഡ്വഞ്ചർ ടൂറിനേക്കാളും ഉള്ളത് ഒരു സ്പോർട്സ് ടൂറാണ്. അത് പക്കാ ടൂറിംഗ് സ്പെക്ക് വണ്ടിയാണ്. അങ്ങനത്തെ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 17 ഇഞ്ച് റിമ്മുള്ള ഇച്ചിരി ഒരു അഡ്വഞ്ചർ ടൂർ പോലത്തെ വണ്ടി. അത് അങ്ങനത്തെ വണ്ടിയായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും നിമ്പിൾനെസ്സും കാണുകയും ചെയ്യും, എന്നാൽ ലോങ് ട്രാവൽ സസ്പെൻഷൻ കിട്ടുകയും ചെയ്യും. അങ്ങനത്തെ വണ്ടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിപ്പോൾ ഞാൻ ആദ്യമൊക്കെ നമ്മളൊരു സ്പോർട്സ് ടൂറിലോട്ടൊന്ന് സെറ്റായി വരാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കി ഏത് വണ്ടി ഓടിച്ചാലും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടാൻ പാടാം. ഇപ്പോൾ അഡ്വഞ്ചർ ബൈക്കൊക്കെ ഞാനിപ്പോൾ ഓടിച്ച് നോക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് ഭയങ്കര വേവിയായിട്ട് ഫീൽ ചെയ്യും, അങ്ങനെ സസ്പെൻഷനൊക്കെ. അങ്ങനെ അതുകൊണ്ടൊക്കെ കൊണ്ടാണ് നമ്മളിത് ഇങ്ങനത്തെ ഒരു വണ്ടി ഓടിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ മാറ്റാൻ ഭയങ്കര പാടാണ്. ഞാനന്ന് ട്രയംഫ് സ്പീഡ് T4 എന്ന് പറഞ്ഞ വണ്ടി ഓടിച്ചപ്പോഴും അതാണ്. അതിൻ്റെ സസ്പെൻഷൻ ഭയങ്കര സോഫ്റ്റാണ്. നമുക്കിതിൽ ഓടിച്ച് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അത് കിട്ടത്തില്ല. ആ ടവർ നിൽക്കുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ വെതറും ആ സ്കൈയും ആ ടവറോട് ഇങ്ങനെ നല്ല ഹൈറ്റ് ഉണ്ട് അതിന്. അതിനപ്പുറത്ത് എന്തോ ബുദ്ധൻ്റെ ആണെന്ന് തോന്നുന്നു, എന്തോ ഒരു സംഭവം. സത്യത്തിൽ ഈ സ്കൈ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ അത് മൂവ് ചെയ്യുന്നുണ്ട് കണ്ടോ ഇങ്ങോട്ട്. അവിടെ വിൻഡ് മില്ല് കാണാം, നമുക്ക് ആട്ടും കൂട്ടങ്ങളെ കാണാം.
കൈ ഒരു പ്രത്യേക ഫീല്, ആകാശത്ത് നോക്കി വണ്ടി ഓടിക്കാൻ തോന്നുന്നു. നമ്മുടെ ലെഫ്റ്റിൽ കാണുന്നതെല്ലാം ചോളപ്പാടങ്ങളാണ്, റൈറ്റിലും അതൊക്കെ തന്നെ. കണ്ടോ, നല്ല നീളത്തിൽ നിൽക്കുന്നു, ഇഷ്ടം പോലെ ഉണ്ടത് അങ്ങ് വരെ. ചോളം, കോൺഫീൽഡ്സ്. അപ്പോൾ ഈ കോൺ ഇങ്ങനെ ലൂസാക്കി അവർ ഉണക്കുന്നതിന് കാരണമെന്ന് വെച്ചാൽ ഇതിൽ നിന്നാണ് കോൺഫ്ലെക്സ് ഉണ്ടാക്കുന്നതും. അതായത് ഉണക്കി നമ്മളിങ്ങനെ ആട്ടിയെടുത്താണ് കോൺഫ്ലെക്സ് ഉണ്ടാക്കുന്നത്. അതുപോലെ റവ, പിന്നെ മൈദക്കകത്ത് എന്തോ ചെയ്യുമെന്നൊക്കെ പുള്ളി പറഞ്ഞത്. മൈദ, റിഫൈൻഡ് വീറ്റിൽ എന്തോ പുള്ളി പറയുന്നത് എനിക്ക് പകുതി മനസ്സിലായുള്ളൂ, കന്നഡയാണ്. പക്ഷേ ഇത് ഇംഗ്ലീഷ് വാക്കൊക്കെ എനിക്ക് കുറേയൊക്കെ പിടി കിട്ടി. അപ്പോൾ റവ, മറ്റേ മൈദ, ഇതൊക്കെ ഇതിനകത്തുനിന്ന് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അതിനുവേണ്ടിയാണ് ഇത് ലൂസായിട്ട് എടുക്കുന്നത്. അല്ലാതെ മറ്റേ കമ്പിൽ തന്നെ അതിൻ്റെ തണ്ടയിൽ തന്നെ വെച്ച് നമ്മളിങ്ങനെ ചുറ്റെടുക്കുന്നതായിട്ടില്ലേ, ഞാനത് ലൂസ് എടുക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ്. കോൺഫ്ലെക്സിനും മൈദ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു, എന്തൊക്കെയോ പേര് പറഞ്ഞു. കണ്ടോ, ആ സൈഡ് ഫുള്ള് കോൺഫീൽഡ്സാണ്. കണ്ടോ, എല്ലായിടത്തും ചോളം കൃഷി ചെയ്യുകയാണ്. എന്നിട്ട് ആൾക്കാർ കണ്ടില്ലേ, അത് ഓരോരോ പാർട്ടായിട്ട് കച്ചി, പല ഗോതമ്പും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, എന്തൊക്കെയുണ്ട്, മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ട് കളർ. കണ്ടോ, അതുവഴി പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അവിടെ ഇടയ്ക്കൊക്കെ അവർ ഫുള്ള് അത് ഉണക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. അതുവഴി വായിച്ചോടെ ക്ലോസപ്പിൽ കാണിക്കാമായിരുന്നു. കണ്ടില്ലേ, അവർ മഴ വരുമ്പോൾ അത് മൂടിയിടും. അല്ലെ, എന്നോട് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ മഴ വരുമ്പം മൂടിയിടും, പക്ഷെ മൂടിയിട്ടാലും വെള്ളം കയറിയില്ലെങ്കിൽ പോലും ആ തണുപ്പടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അത് ഉണക്കി അത് എന്തോ ഒരു ലെവലാക്കി കഴിയുമ്പോഴാണ് അത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. എന്തോ ഒരു ഭാരം കുറഞ്ഞൊരു ലെവൽ എന്തോ ആകുമ്പോൾ, വെള്ളമൊക്കെ വലിഞ്ഞ് കഴിയുമ്പോൾ, അങ്ങനെ എന്തോ പറഞ്ഞു. എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ലെവൽ അത്രയൊക്കെ ആയിരുന്നു. ഉണ്ട്, പല പല ഐറ്റംസ് നടുന്നുണ്ട് അവർ. മൈദയൊക്കെയുള്ള മറ്റേ എന്തൊക്കെയോ സാധനം ഉണ്ടെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. റവയുടെ കറക്റ്റ് എനിക്ക് മനസ്സിലായില്ല. കണ്ടില്ലേ, ഇത് ഭയങ്കര വലിയ പാടശേഖരമാണ്, ഒരുപാടുണ്ടത്. നമ്മൾ ഇതിൽ നിന്ന് കണ്ണെടുത്ത് കാണുന്ന ദൂരത്തിലേക്ക് ഇത് നിൽക്കും, അത് ഇങ്ങനെ കട്ടിക്ക്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല വ്യൂ ആണിത് ആ പുഴയുടെ. അവിടെ ട്രാക്ടറും ജീപ്പും ഒക്കെ കിടപ്പുണ്ട്. അത് അങ്ങോന്നെന്തോ കയറി വരുന്നത് കണ്ടോ. ഇതെല്ലാം കൃഷി സ്ഥലങ്ങളാണ്. വെള്ളം കലങ്ങിയൊക്കെ ഒഴുകുന്നു. എനിക്കൊന്ന് മഴയുള്ളതുകൊണ്ടായിരിക്കും, ഇന്നലെയൊക്കെ മഴ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഇച്ചിരി വെള്ളം കൂടുതലാണെന്ന് തോന്നുന്നു, ഒഴുക്ക്. നല്ല വ്യൂ ആണത്, കണ്ടില്ലേ, ഫുള്ള് ഹിൽസൊക്കെ ആയിട്ട് കവർ ചെയ്തൊരു വ്യൂ. നമ്മളിതുവരെ ചിത്രദുർഗ എത്തിയില്ലെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് ചിത്രദുർഗയായി, കാരണം കണ്ടില്ലേ വിൻഡ് മിൽസൊക്കെ ആണത്. സോ നമ്മൾ ആ ഏരിയയിൽ എത്താറായി. നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ, അങ്ങേ അറ്റത്തോ ഇങ്ങേ അറ്റം വരെ.
ലെഫ്റ്റ് സൈഡിലൊരു ലേക്കുണ്ട്. വിൻഡ് നോയ്സ് ഇല്ലെന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലേ എന്ത് ഭംഗിയാണ്. പക്ഷെ നമ്മൾ ഈ വരുന്ന ഈ റൂട്ട് കൂടുതലും എലിവേറ്റഡ് ഹൈവേ ആണ്. അതായത് നിലത്തുനിന്ന് ഇച്ചിരി ഉയർത്തിയുള്ള ഹൈവേ ആണ്. അതുപോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് സർവീസ് റോഡ് കയറിയാൽ മാത്രമേ റോഡിലോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് പെട്ടെന്നൊന്നും ആരും വട്ടം ചാടത്തില്ല. അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട് ഈ ഹൈവേക്ക്. അതുണ്ടല്ലേ കാറ്റാടികൾ. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ട വിൻഡ് മില്ലൊക്കെ. അപ്പോൾ ഇവിടുത്തെ കാറ്റിൻ്റെ ശക്തി ഒന്ന് ആലോചിച്ച്. പിന്നെ എല്ലാം തന്നെ ഒട്ടുമിക്ക ഹിൽസിൻ്റെ മുകളിലിങ്ങനെ വിൻഡ് മില്ല് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. ഹൈവേയിലൊക്കെ പശു. പകലായോണ്ടല്ല ഇവന്മാരൊക്കെ ഇടിച്ചിട്ടിട്ട് പോത്തേ ഉള്ളൂ ഈ ലോറിക്കാരൊക്കെ. കാരണം അതൊന്നും ആ വരുന്ന വരവിൽ ബ്രേക്ക് പിടിച്ച് നിർത്താനൊന്നും ഒക്കത്തില്ല. കണ്ടില്ലേ നല്ല മഴക്കോളുണ്ട്. ഇത് പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. നമ്മൾ നല്ല സമാധാനത്തോടെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനെ കോള് നിൽക്കുന്നതുകൊണ്ട് വെയിലില്ല ചൂടില്ല, നല്ല സുഖമുണ്ട് പോകാൻ. എന്നാലും മഴ പെയ്താൽ പിന്നെ വണ്ടിയെല്ലാം ചെറിയ, എന്നാലും പിന്നെ വ്ളോഗ് എടുപ്പൊന്നും നടക്കില്ല. അവസാനം മഴ ലൈറ്റായിട്ട് പൊടിയുന്നുണ്ട്. ഇത് നല്ലോണം ഉറക്കാൻ തോന്നുന്നു, കാരണം നല്ല മഴക്കോളുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ തിരിച്ചിപ്പോൾ ചിത്രദുർഗ കഴിഞ്ഞു. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ തുംകൂർ എത്തും. അത് ഇനി ഒരു 170 കിലോമീറ്ററൂടെ ഉള്ളൂ ബാംഗ്ലൂർക്ക്. അപ്പം വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.